നവജിത്ത്, ഒരുപക്ഷെ ഈ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റയുടെയൊക്കെ അൽഗോരിതം അത് തന്നെ അവർ നിശ്ചയിക്കുന്നതാണ്, നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാകാത്തതുമാണ്. ചില അൽഗോരിതങ്ങൾ വെച്ച് അവർ കളിക്കുന്ന കളികൾ അത് എങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയടക്കം മാറ്റുക, എങ്ങനെയാണ് ഭരണകൂടങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരികയും ആ ഭരണകൂടങ്ങളെ മാറ്റാൻ ഇതെങ്ങനെ കഴിയുകയും ചെയ്യുന്ന ചില അൽഗോരിതങ്ങളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ ദീപക് പച്ച പറയുകയും ചെയ്തത്. ഏതായാലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ആൾട്ടർനേറ്റ് സാധ്യത കൂടി തെളിയേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ, അല്ലേ? തീർച്ചയായും. കാര്യം ഇതിനെ നിയമം ദുരുപയോഗം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ബ്ലോക്കിംഗ് നടത്തിക്കുന്നത്. ഇതിനെ ജിയോ ബ്ലോക്കിംഗ് എന്നാണ് പറയുന്നത്. പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യുകയല്ല, ഇന്ത്യയിലുള്ളവർക്ക് ഈ പോസ്റ്റുകളൊന്നും കാണാൻ സാധിക്കില്ല. അതിനിവർ ഈ നിയമങ്ങളുപരിയും രാജ്യസുരക്ഷ എന്നിവയെ ബാധിക്കുന്ന വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ സർക്കാരിനോ പോലീസിനോ മറ്റോട് ആവശ്യപ്പെടാം ഈ കണ്ടൻറ്റ് ബ്ലോക്ക് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണ് ഇപ്പോൾ ഈ കണ്ടൻറ്റുകൾ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൈരളി ന്യൂസിൻ്റെ തന്നെ ബ്ലോക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള കണ്ടൻറ്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരെണ്ണം RSSനെ വിമർശിക്കുന്നതാണ്. അതായത് RSSൻ്റെ വക്താവ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിന് പേടിയാണോ? 11 ദിവസങ്ങളോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ വന്നൊരു വാർത്ത. അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ വിഷയത്തിൽ ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരണം എന്ന് പിണറായി വിജയൻ ആവശ്യപ്പെട്ട വാർത്തയുടെ കാർഡ്, പുനർജനി പദ്ധതിയുമായി മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണത്തെ പറ്റിയുള്ള കാർഡ്, സമ്പന്നരെ അതിസമ്പന്നരാക്കാനാണ് മോദി സർക്കാരിന് പ്രിയം എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാർത്തയുടെ കാർഡ്. ഈ പറയുന്ന കാർഡുകളാണ്. ഇതൊന്നും രാജ്യസുരക്ഷയ്ക്കോ പൊതുതാൽപര്യത്തിനോ എതിരായിട്ടുള്ള ഒരു കണ്ടൻ്റ് അല്ല. ഈ കണ്ടൻറ്റുകളെയാണ് ഇപ്പോൾ ഇവർ മെറ്റയിൽ നിന്നും ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ തുടർച്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും ആവർത്തിച്ചിരിക്കുന്നത്. ഇതിന് ബദലായിട്ട് ആളുകൾ മറ്റൊരു തരത്തിൽ സോഷ്യൽ മീഡിയ തന്നെ ഉപയോഗിച്ച് ഈ തരത്തിലുള്ള അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതിനെ പൊളിക്കുക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റുമോ.